ഇതാണ് വാസു. ഓ, വാസു. ആളെ ഇപ്പോഴാ കാണുന്നത്. ഇയാള് നമ്മുടെ സ്വന്തക്കാരനാണെന്ന് പറഞ്ഞു DC. അതെ, സ്വന്തക്കാരനാണ്. ഈ ചടങ്ങ് കഴിയുമ്പോ ഒന്ന് കാണണം. ഓ, ഇലത്തൂരും കക്കോടിയും ഞാൻ വിട്ടു തന്നു. ഒരു പുഷ്കരനെടുത്തു. വെസ്റ്റയിലെടുത്തോ? എനിക്ക് വേണ്ടതേ. വെസ്റ്റയിലും നടക്കാവും ജോർജ് കുട്ടി എടുത്തോ, ബാക്കി ഞാൻ വിട്ടുക. അത് പറ്റില്ല. ഇക്കഴിഞ്ഞ ലേലത്തിന് പാളയം ഗ്രൂപ്പ് വിളിച്ചതിനാ എന്റെ മോന്റെ വാരിക്കിട്ട് കുത്തിയത്. അതെനിക്ക് വേണം. തന്റെ മോനെ ഞങ്ങൾ കുത്തിച്ചില്ലല്ലോ, ആ പേര് പറഞ്ഞു വേണ്ട. കുഞ്ഞാപ്പൻ ചേട്ടൻ എന്തൊന്നും മിണ്ടാത്തേ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇയാൾ എന്താടോ ഒന്നും മിണ്ടാത്തത്? കോഴിക്കോടിന് മുമ്പ് തൃശ്ശൂരും ചങ്ങനാശ്ശേരിയും റേഞ്ചിലല്ലേ ലേലം? ആദ്യം നമുക്ക് അവിടെ വീതിക്കാം. ചങ്ങനാശ്ശേരി കാര്യം പറയാൻ താനാരാ? കോഴിക്കോട് നിങ്ങളുടെ ഇഷ്ടത്തിന് വീതിക്കല്ലേ, അപ്പൊ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. ഇയാള് ഭീഷണിപ്പെടുത്താ? തന്നെ. ഞാൻ നടത്തുന്ന പാളയം ഷാപ്പ് ആരും മോഹിക്കണ്ട, അത് ഞാൻ ആർക്കും വിട്ടുതരില്ല. കുഞ്ഞാപ്പൻ ചേട്ടൻ കേട്ടില്ലേ ഇയാൾ പറയുന്നത്? അവൻ പറയുന്നത് ന്യായമാ. എന്ന് വെച്ചാ പാളയം അവന് വിട്ടുകൊടുക്കാനോ? കണ്ണായ സ്ഥലം അവന് കൊടുത്തിട്ട് ബാക്കി നക്കാപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് മുഴുവൻ അയാളെടുത്തോട്ടെ. നിങ്ങൾ കാര്യമായിട്ട് പറയാണോ? അതിനുള്ള ധനശേഷി അവനുണ്ടെങ്കിൽ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ വിട്ടേക്കാം. ചുമ്മാ മാറാമെന്നല്ല, ലേലത്തിൽ നിന്ന് ഒഴിയുന്നതിനുള്ള കാര്യമായ വിഹിതം ചേട്ടൻ വാങ്ങിച്ചേരണം. വാസുവേ, ഈ റേഞ്ച് മുഴുവൻ പിടിക്കാനുള്ള കാശ് തൻ്റെ ഉണ്ടാവുമോ? ഉണ്ടാവും. ആ, എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാം. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഒരു റേഞ്ച് മുഴുവനുവേ, അതിനുള്ള പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? അതൊക്കെ കുഞ്ഞാപ്പൻ ചേട്ടന്റെ ഏർപ്പാടാ, കാശൊക്കെ അയാൾ തരും. കാര്യം ചാരായ വിൽപ്പനയാണെങ്കിലും ഈ തൊഴിലിന് ചില അടിസ്ഥാന തത്വങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റിച്ച് ഈ വ്യവസായം നശിപ്പിക്കുന്നവരെ മാറ്റി നിർത്താനാ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങളിത് തിരിച്ചെങ്ങനാ? കഴിഞ്ഞ തവണ DC മുഖേന തിരിച്ചു തന്നില്ലേ, ഇത്തവണ നേരിട്ട്. ശരി മോനെ. മുതലാളിയല്ല, കുഞ്ഞാപ്പൻ, അങ്ങനെ വിളിച്ചാ മതി. അല്ല, ഈ കച്ചവടത്തിൽ നിങ്ങൾ തമ്മിൽ എങ്ങനാ? ഞങ്ങൾ ഒന്നാണ്. അല്ല, നിങ്ങൾ രണ്ടാണ്. വാസു, ചാക്കോ. പങ്കായിട്ട് ചെയ്യുമ്പോ ഇനി അങ്ങോട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം, ഒരു ഫേം രജിസ്റ്റർ ചെയ്യണം. അതിനൊരു പേര് പറയൂ. എല്ലാം മുതലാളി, അല്ല കുഞ്ഞാപ്പൻ ചേട്ടൻ തന്നെ. വാസു, ചാക്കോ. വാസുവിന്റെ വായും ചാക്കോയുടെ വാസുക്കോ. വാസ്കോ. വാസ്കോ കൊള്ളാം. വാസ്കോ കൊള്ളാം. என்ன சாமி, வாஸ்கோ வந்து பிடிச்சிட்டீங்களா? உழைக்க வேண்டாமா கேரசி? நான் புள்ளக்குட்டிக்காரன் இல்லையா? ஹலோ. നിങ്ങൾക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? കുട്ടിക്ക് നല്ല മുഖശ്രീയുണ്ട്, വാസുവിന് ചേരും. എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. കാർത്തികേയന് ഈ വിവാഹത്തിന് സമ്മതമാണ്. നിങ്ങൾക്കാണ് ഈ ബിസിനസ് ഉണ്ട്, പണമുണ്ട്. ഇനി വേണ്ടത് ബന്ധുബലമാണ്. കാർത്തികേയനുമായിട്ടുള്ള ഈ ബന്ധുത. ചാക്കോ, നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. ആ ചാത്തുണ്ണിയേട്ടന്റെ മോളുടെ കാര്യമല്ലേ? എടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. നമ്മുടെ DC കൊണ്ടുവന്നൊരു ആലോചനയാണ്, നമ്മുടെ ഗുണത്തിന്. അതല്ല ചാക്കോ, ഞാൻ അങ്ങനെ ചാത്തുണ്ണിയേട്ടന്റെ. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കോളാം. ഇന്നലെയാ ഞങ്ങൾ അറിയുന്നത് ചാത്തുണ്ണിയേട്ടൻ ആശുപത്രിയിലാണെന്ന്. മുക്കത്തെ കാർത്തിക മുതലാളി അറിയില്ലേ ചാത്തുണ്ണിയേട്ടൻ? വലിയ പാർട്ടിയാ. അങ്ങരുടെ മകള് നല്ല പഠിപ്പും പരിഷ്കാരമുള്ള പെണ്ണാ. നമ്മുടെ വാസുവിനൊരു ആലോചന അവരിങ്ങോട്ട് കൊണ്ടുവന്നതാ, നമ്മുടെ DC വഴി.
അതങ്ങ് ഉറപ്പിച്ചു. ആ കാര്യം ചേട്ടനെ അറിയിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാ വാസുവിന് അത്യാവശ്യമായിട്ട് എന്തിനാ? അല്ല, ചിലവൾക്കൊക്കെ ഇരിക്കട്ടെ. വേണ്ട. വാസു പ്രത്യേകം പറഞ്ഞിട്ടാ. ഞാൻ ഈ പണം വാങ്ങിയില്ലെന്ന് വാസുവിനോട് പറഞ്ഞേക്ക്. മോളെ, രാധാകൃഷ്ണൻ ഇരിക്കേ. അമ്മണേ, ഓഫീസിൽ നിന്ന് രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് ചെക്ക് ഒപ്പിടിക്കാൻ. ചെല്ല്. മോളെവിടെ? അകത്തുണ്ട്. ഡെയ്സി. ഐ ആം റെഡി പപ്പാ. ഇത് ചിപ്സ്. ഇതെന്താ പപ്പാ? എനിക്കറിയില്ല, നിന്റെ മമ്മിയോട് ചോദിക്കും. ഒപ്പ് വാങ്ങിക്കുന്നല്ലാതെ എനിക്ക് കാശൊന്നും തരുന്നില്ലല്ലോ. മമ്മി, എനിക്കുണ്ടോ പാനി എവിടെ? ഇല്ലാതെ ഞാൻ പോവില്ല. ഹോസ്റ്റലിലെ ഫ്രണ്ട്സിന് ഞാൻ പ്രോമിസ് ചെയ്തതാ. എന്നെ നോക്കണ്ട, നിങ്ങൾ ഏറ്റ കാര്യമല്ലേ. എടി, പാനി ഇവിടെ കിട്ടില്ല. ചാരായത്തിൽ നിന്നല്ലോ, പനങ്കള്ളിൽ നിന്നല്ലേ വാറ്റിയെടുക്കുന്നത്. മോളെ, പപ്പ പാലയ്ക്ക് ആളെ വിട്ടിട്ടുണ്ട്. ചുമ്മാ പറയുന്നതാ. സത്യം. കിട്ടിയാൽ ഉടനെ പപ്പ രാധാകൃഷ്ണന്റെ ബാങ്കിൽ കൊടുത്തേക്കാം. തീർച്ച. രാധാകൃഷ്ണൻ, പപ്പ will forget. You must take the responsibility. Okay, I will take. Say promise. Promise. ഹലോ ചാക്കോ, ബാംഗ്ലൂരിൽ നിന്ന് KRC വന്നിട്ടുണ്ട്. എവിടാ? നമ്മുടെ ഓഫീസില്. നീ വേഗം ഇങ്ങോട്ട് വാ. ചാക്കോ, KRC വന്നിരിക്കുന്നത് ഒരു പുതിയ ബിസിനസ്സുമായിട്ടാണ്. അടുത്ത വർഷം മുതൽ തമിഴ്നാട്ടിൽ ചാരായത്തിനും കള്ളിനും പ്രൊഹിബിഷൻ വരാൻ പോകുന്നു. പക്ഷേ ഫോറിൻ ലിക്കർ വിൽക്കാം. ചാരായം കിട്ടാതെ വരുമ്പോൾ വിസ്കിയുടെയും ബ്രാൻഡിയുടെയും വില ഇരട്ടിയാവും. டபுள் இல்ல 10 டைம்ஸ். அதுக்காக தான் நான் ஒரு விஸ்கி பிராண்டி மேனுஃபேக்சரிங் யூனிட் ஒன்று ரெடி பண்ணி வச்சிருக்கேன். உங்களுக்கு ഇഷ്ടമാ சொல்லுங்க. നാളത്തെ പൂജയ്ക്കുള്ള കർമ്മ വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറയാൻ സ്വാമി. താൻ ആ വത്സലോടിഞ്ഞ് വരാൻ പറ. KRC, ഏതായാലും ഞങ്ങളൊന്ന് മദ്രാശിക്ക് വരാൻ തീരുമാനിച്ചു. എല്ലാം ഒന്ന് കണ്ടു മനസ്സിലാക്കാതെ. அதுவும் சரிதான். வாங்க, எல்லாத்தையும் பாருங்க, அதுக்கப்புறம் டிசைட் பண்ணுங்க. സർ, നാളത്തെ മദ്രാസ് ഫ്ലൈറ്റിന് 2 ടിക്കറ്റ് വേണം. KR ചിദംബരം, ചാക്കോ. ഞാൻ ഒറ്റയ്ക്കോ? വാസു ഇല്ലാതെ? നാളത്തെ പൂജ കഴിഞ്ഞ് ഞാനങ്ങ് എത്തിക്കൊള്ളടാ. എന്തിനാ കുമാര ഇതൊക്കെ? ഇവന് നന്ദിയുള്ളതുകൊണ്ട്. മറ്റവനുണ്ടല്ലോ, ഇവന്റെ മുതലാളി വാസു. മാധവി, വാസുവിനിപ്പോ എന്നെ ഓർക്കാൻ എവിടെയാടി സമയം? ബിസിനസ് അല്ലേ? ചതുർചേട്ടാ, വാസ്കോ മദ്രാശിയിൽ തുടങ്ങാൻ പോവാ. വളരട്ടെ മോളെ. കുമാരന് ചായ? അയ്യോ വേണ്ട, ഇവിടെ മരുന്നോ ഗുളികയോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ. വേണ്ട, എല്ലാം ഉണ്ട്.
എന്ത് തിരക്കുണ്ടെങ്കിലും നിന്റെ വാസു മുതലാളിക്കൊന്ന് ഇവിടം വരെ വരാമായിരുന്നു. എത്ര നാളായി ഈ മനുഷ്യൻ ഈ കിടപ്പ് കിടക്കുന്നു. അവൻ സൂഹിക്കട്ടെ. എന്ത് സുഖം ആദ്യം എടുത്തിയെ, വലിയ കൊമ്പത്തീന്ന് എടുത്തിയെ കെട്ടിക്കൊണ്ടുവന്നുണ്ടല്ലോ, അവളാ വാസുമുതലാളിയുടെ ശാപം. പെണ്ണെന്ന് വെച്ചാ ആണിന് ഒതുങ്ങി നിൽക്കണം. ഇവളാണെങ്കിൽ സ്വൈര്യം കൊടുക്കാതെ അങ്ങേരെ പമ്പരം കറക്കണ പോലെ ഇട്ട് നട്ടന്നിരിക്കല്ലേ. ഇത് ദിവസം ഞാൻ കാണുന്നല്ലേ. എന്ത് തിരിച്ചിട്ടും ഇക്കാലം അത്രയും നിന്റെ മുതലാളിച്ചമ്മ ഒന്ന് പെറ്റില്ലല്ലോ. എന്താണ് അവള് മച്ചിയാ? ആർക്കറിയാ, കുട്ടികളുണ്ടാകാൻ കഴിക്കാത്ത നേർച്ചയുമില്ല വഴിപാടുമില്ല. ഇപ്പതാ നാളെയുണ്ട് വീട്ടിൽ വെച്ചൊരു പൂജ. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെന്നേ വാസു പറഞ്ഞുള്ളൂ. എന്താ വിഷയം? പറഞ്ഞു കൊടുക്കും സ്വാമി. പൂജയാണ്. സംതിങ് ലൈക്ക് പുത്രകാമേഷ്ടി, കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടി. ഇൻ രാമായണ ദശരഥൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ ടി വി കാണുന്നില്ലേ രാമലക്ഷ്മണന്മാരുണ്ടായത്. പൂജയൊക്കെ കൊള്ളാം. പറഞ്ഞ കാര്യത്തിന് ഡോക്ടറെ കാണിച്ചോ രണ്ടുപേരെയും? ശ്രീദേവിയെ ഞാൻ പരിശോധിപ്പിച്ചിട്ടുണ്ട്. എന്റെ മോക്ക് ഒരു കുഴപ്പമില്ല. വിളിക്കുന്നു. വരൂ. இனி நான் சொன்ன மாதிரி எல்லா கோயிலுக்கும் போயிட்டு வரதா பிரார்த்தனை பண்ணீங்க. ഈ വർഷത്തെ സമുദായ ഇലക്ഷന് ഞാൻ എന്തായാലും ജയിക്കും. അതിനെന്താ, മരുമകനിലെ ലക്ഷങ്ങൾ മുടക്കാൻ? ഇവന്റെ വാശിയാ അമ്മായിയപ്പനെ പ്രസിഡന്റ് ആക്കിയേ അടങ്ങുമെന്ന്. അല്ലേ വാസു? ചാക്കോയെ കണ്ടില്ലല്ലോ. ചാക്കോ മദ്രാസിൽ പോയി. ആ, ഞാൻ അറിഞ്ഞു വാസ്കോ മദ്രാസിലും തുടങ്ങുന്നുണ്ടെന്ന്. ചാക്കോയാണോ മദ്രാസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? തുടങ്ങിയിട്ടില്ല. നാളെ രാവിലെ ഞാൻ മദ്രാസിലേക്ക് പോകും. താങ്ക് യു. முதல்ல நம்ம പ്ലാന്റ് பார்க்க പോകണം. എന്താ? വിസ്കിയും ബ്രാൻഡി ഉണ്ടാക്കുന്ന ഫാക്ടറിയായി പറയുന്നത്. നീ കണ്ടാണോ? അതെ, നമ്മുടെ സ്പിരിറ്റും ചാരായം തന്നെ ഈ സാധനം. കളർ ചേർത്ത് അതാതിന്റെ മണം വരാൻ ഒരല്പം എസൻസോടെ ചേർത്ത് കലക്കിയെടുക്കും. அது மட்டும் இல்ல, பாட்டிலிங் எல்லாம் மெஷின் தான். சாராய பாட்டில் மேல லேபிள் ஒட்டிட்டா அசல் ஃபாரின் லிக்கர் தான். சாராய பாட்டிலுக்கு ஆஃப்டர் ஆல் 18 ரூபா தான். ஆனா ஃபாரின் லிக்கருக்கு 60க்கு இந்த ஊர்ல 50 லட்சம் ரூபா வரைக்கும் இந்த பிசினஸ் பண்ணலாம். நான் அப்பவே சொல்ல 1 போட்டா 10 எடுக்கலான்னு. പക്ഷേ ഇതിന്റെ ലൈസൻസ് நான் இருக்கனே மேலிடத்துல எல்லாரையும் நீங்க பணம் மட்டும் இன்வெஸ்ட் பண்ணா போதும், மற்றது எல்லாத்தையும் நான் பாத்துக்கிறேன். ഈ ഒരു ലൈസൻസ് എങ്ങനെങ്കിലും പിടിച്ചെടുക്കാൻ പല പാർട്ടീസും നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് പല ഹോട്ടലുകളായിട്ട് കിട്ടിക്കിടക്കുക. എല്ലാവരും KRC ആണ്. டோன்ட் வரி, ஃபர்ஸ்ட் ப்ரிஃபரன்ஸ் வாஸ்கோவுக்கு தான். ஆனா நீங்க உங்க முடிவை இன்னைக்கே சொல்லி ஆகணும். ഇവൻ വിചാരിച്ച നടക്കാത്ത ഒരു കാര്യം ഇവിടില്ല. എന്റെ അഭിപ്രായത്തിൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. നീ എന്ത് പറയുന്നു? இது எவ்வளவு? 25 ലക്ഷം. இது லைசன்ஸ் வாங்குறதுக்கே பத்தாது. ബാക്കി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് அது போதும். ഈ ലൈസൻസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? என் மேல நம்பிக்கை இல்லையா? അതല്ല KRC, 10-25 ലക്ഷം രൂപ ഒരു രേഖയും ഇല്ലാതെ പലർക്കായിട്ട് കൊടുക്കുമ്പോ இந்த ஊர்ல வார்த்தை தான் முக்கியம். நான் பணம் கொடுத்துருக்கிற மேலிடம் எவ்வளவு நம்பிக்கையான இடம் தெரியுமா? நீங்க நினைக்கிற மாதிரி கையெழுத்தெல்லாம் போட்டு தர மாட்டாங்க. நீங்க இந்த ஊர்ல இன்னும் 2-3 நாள் இருக்க போறீங்க. வேணும்னா நேராவே நான் இன்ட்ரடியூஸ் பண்ணி வைக்கிறேன், நீங்களே பேசிங்க. അയ്യോ അതൊന്നും വേണ്ട. KRC ഞങ്ങൾക്ക് വിശ്വാസം.
ശ്രീദേവി, നാളെ കഴിഞ്ഞ് നമുക്ക് പുറപ്പെടാം. എവിടെ? പൂജയുടെ ബാക്കി അമ്പലങ്ങളൊക്കെ പോണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഓ, ഞാൻ മദിരാശി വെച്ച് ഒന്നുകൂടെ പരിശോധിപ്പിച്ചു. അവിടുത്തെ വലിയൊരു ഡോക്ടറെ കൊണ്ട്. അങ്ങേരും പറയുന്നു കുട്ടികളുണ്ടാകാൻ എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ആ, പൂജാരി പറഞ്ഞതുപോലെ നമുക്ക് രണ്ടുപേർക്കും കൂടെ അമ്പലങ്ങളൊക്കെ പോയെന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. അമ്മേ, ഇതിട്ടിട്ട് എന്തോ മാതിരി. നിങ്ങൾ മദ്രാസി പോയി ഓരോന്ന് കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. നിനക്കും കാണാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വരട്ടെ. നോക്കിയേ, മോളെ അയച്ചെന്നതാ. ഈ രാധാകൃഷ്ണൻ എന്തിനാ ഇവളുടെ കൂടെ കയറി നിൽക്കുന്നത്? അവൻ അവിടെ ചെന്നപ്പോ എടുത്തതായിരിക്കും. എനിക്ക് മോളെ കാണാഞ്ഞിട്ട് വിഷമമുണ്ട്. നമുക്കൊന്ന് ബാംഗ്ലൂർക്ക് പോവാം. ഇവിടെ ആള് വേണ്ടേ? നാളെ വാസം എങ്ങാണ്ട് ചുറ്റാൻ പോവാ. അത്യാവശ്യമായിട്ട് സാറിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ? ഞങ്ങൾ പലയിടത്തും പോകുന്നതല്ലേ, ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. സജി, നീ ചുമ്മാ ചുറ്റിക്കറങ്ങാതെ വീടിനകത്ത് തന്നെ ഇരിക്കണം. ഞങ്ങൾ തിരിച്ചു വരുന്നവരെ. വാസു, നമ്മുടെ ചാത്തുണിയേട്ടൻ മരിച്ചു. ഞങ്ങൾ പുറപ്പെട്ടിറങ്ങിയിരിക്കുകയാണല്ലോ. ഏതായാലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. വാസു വയ്ക്കൂ. ഞാൻ നേർച്ചയ്ക്കായിട്ട് തൊഴാൻ പോയതായിരുന്നു. വന്നപ്പോഴറിഞ്ഞത്. ചാത്തുണ്ണിയേട്ടൻ സൂക്കേടായിട്ടും കിടന്നിരുന്നു കുറച്ചു കാലം. കണ്ണടയുമ്പോൾ ഒരു കാര്യത്തിലെ ആൾക്ക് സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. മോളെ ഒരുത്തനെ ഏൽപ്പിച്ചിട്ട് പോകാൻ സാധിച്ചു. മാധവേർത്തി, ഞാൻ വേണ്ടെന്ന് വെച്ച് ചെയ്യാം. ചാത്തുണ്ണിയേട്ടൻ ഉള്ളപ്പോഴും ഇല്ലാണ്ടായപ്പോഴും അന്യരെ സഹായിച്ചിട്ടേ ഉള്ളൂ. അങ്ങേരുടെ കയ്യിൽ നിന്ന് വാങ്ങി തിന്ന് തടിച്ചു കൊഴുത്തവര് പലരും അത് മറന്നു. പക്ഷെ എനിക്കങ്ങനെ മറക്കാൻ ഒക്കില്ല. തീർന്നില്ലേ? അപ്പോ ശാരദ, ഞാൻ മേലിൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എന്നെ കൊണ്ടുവരരുത്. എടി, നീ ബാംഗ്ലൂരിൽ പോയി പഠിച്ചത് ഇതാണോടി? കണ്ട ആമ്പിള്ളേരുടെ കൂടെ? കണ്ടവരല്ല, ഞാൻ പോയത് രാധാകൃഷ്ണന്റെ കൂടെ. ഐ ലൈക്ക് ഹിം, ഐ ലവ് ഹിം. എന്താ ഇത്? സ്റ്റാഫിന് മുമ്പ് വെച്ചോ? വാ പറയട്ടെ, വാ. അവന്റെ മോളെ ചീത്തയാക്കി. ഇത് കുടുംബം നശിപ്പിച്ചടാ വാസു. അമ്മണിയല്ല എന്നോട് പറഞ്ഞു. ഇനി നീ ഇങ്ങനെ ബഹളം വെച്ച് നാട്ടുകാരെ അറിയിക്കാതെ. പിന്നെ അവരെ ഞാൻ വെറുതെ വിടാനോ? അതല്ല, 10 പേരറിഞ്ഞ നമ്മുടെ മൂക്കാട് അതിന്റെ പേര് ദോഷം. കാര്യം എനിക്ക് വിട്ടുന്നേക്ക്, ഞാൻ സമാധാനമായിട്ട് കൈകാര്യം ചെയ്തോളാം. രാധാകൃഷ്ണൻ ഇരിക്ക് രാധാകൃഷ്ണ. എന്താടോ ഒരു പ്രശ്നം? നീയും ഡെയ്സി മോളും പറയേ. നീ അവളെ വിളിച്ച് ഹോസ്റ്റലിൽ പുറത്തു കൊണ്ടുപോകാറുണ്ടോ? പറയേ. ഉണ്ട്.
എവിടെയൊക്കെ? പരിഭ്രമിക്കണ്ട, പറഞ്ഞോളൂ. ഞങ്ങള് റെസ്റ്റോറൻറ്റില്, സിനിമയ്ക്ക്, ലാൽബാഗില്. പിന്നെ നീ അവളെ ഒരു ദിവസം മൈസൂർ വൃന്ദാവനത്തേക്ക് കൊണ്ടുപോയി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചോ? അതൊക്കെ തെറ്റല്ലേ രാധാകൃഷ്ണ? അവളൊരു കുട്ടിയല്ലേ, അങ്ങനെ കൊണ്ടുപോയി പഴപ്പിക്കാവോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. ഡെയ്സി എന്നെ കല്യാണം കഴിക്കൂ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവർ ജാതി വേറെ, ക്രിസ്ത്യാനികള്, നമ്മൾ ഹിന്ദുക്കളല്ലേ. ജാതിയും മതമൊന്നും സ്നേഹത്തിന് നില്ലേ. കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ. നിനക്ക് സ്വന്തമായിട്ടൊരു ഏർപ്പാട് തുടങ്ങാനുള്ള പണം ഇതിലുണ്ട്, എടുത്തോ. ഇനി ആ കുടുംബത്തെ ഉപദ്രവിക്കരുത്. ആളെ വിട്ട് വിളിപ്പിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു വിലപേശാനാണെന്ന്. ഇതിന് എന്നെ കിട്ടില്ല. രാധാകൃഷ്ണ, എന്നെ ഒഴിവാക്കി ഡെയ്സിയെ മറ്റൊരുത്തനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കണ്ട, നടക്കില്ല. എടാ, നിന്റെ തടി ചീത്തയാവും. ഭീഷണിയൊന്നും വേണ്ട സാർ, വരട്ടാനാണെങ്കിൽ എനിക്കും അറിയാം. എന്നെ നിനക്കറിയാമല്ലോ. വാസ്കോയുടെ സ്പിരിറ്റ് കച്ചവടത്തിന്റെ താവളങ്ങൾ മുഴുവൻ, ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിച്ച് നിങ്ങളുണ്ടാക്കിയ കള്ളപ്പണത്തിന്റെ കണക്കുകൾ മുഴുവൻ എനിക്കറിയാം. രാധാകൃഷ്ണ, ആ പെണ്ണിന് വൃന്ദാവനത്തിൽ മാത്രമല്ല മറ്റെവിടെയൊക്കെ കൊണ്ടുപോയെന്നും എന്തൊക്കെ ചെയ്തെന്നും ഉള്ള തെളിവുകൾ, ഫോട്ടോ സഹിതം എന്റെ കയ്യിലുണ്ട്. അവളെ ഉടുതുണിയില്ലാതെ മുതലാളി, പയ്യന്റെ കാറ്റ് പോയി. ചത്തം കേർത്ത് എറിയടാക്കിയോട്ട് എറിയാൻ.